ആയുർസൗഖ്യത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ഹോസ്പിറ്റലിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീനിയർ കൺസൾട്ടൻ്റാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. ആയുർവേദത്തിൽ അത് സ്ഥൗല്യം എന്നുള്ള ഒരു രോഗത്തിലാണ് ആ പേരറിയപ്പെടുന്നത്. എന്താണ് അമിതവണ്ണം? അമിതവണ്ണം എന്ന് പറയുന്നത് ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന രോഗമാണ് ഒബേസിറ്റി അല്ലെങ്കിൽ സ്ഥൗല്യം. ഈ സ്ഥൗല്യം ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടോ, അമിതവണ്ണമുണ്ടോ അല്ലെങ്കിൽ പൊണ്ണത്തടിയനാണോ ഒരു വ്യക്തി എന്ന് തീരുമാനിക്കുന്നത് BMI എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷനിലൂടെയാണ്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നു. അതായത് നമ്മുടെ തൂക്കത്തെ നമ്മുടെ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയറിന് കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യ 18നും 25നും ഇടയിൽ വന്നാൽ ആ വ്യക്തി നോർമലായിട്ട് തടിയുള്ള ആളാണെന്ന് മനസ്സിലാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ വെയ്റ്റ് 56 കിലോ ആണ്. 56 കിലോ ഉള്ള എനിക്ക് എൻ്റെ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 163 163 സെൻറ്റിമീറ്ററുള്ള എനിക്ക് മീറ്ററിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 101.63 മീറ്ററാണ്. അപ്പോൾ എൻ്റെ വെയ്റ്റിനെ 56നെ ഹൈറ്റ് ഇൻ മീറ്റർ 1.63 ഇൻറ്റു 1.63 അതായത് 2.65 വരും. അതുകൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 21 പോയിൻ്റാണ്. അതായത് ഞാൻ നോർമലായിട്ട് വെയ്റ്റുള്ളൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. ഇനി ആ BMI ഒരു 25നും 30നും ഇടയിലാണെങ്കിൽ അയാൾക്ക് അമിതവണ്ണമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി 30ന് മുകളിലാണെങ്കിലോ BMI കിട്ടുന്നത് അയാൾ പൊണ്ണത്തടിയനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ BMI നോക്കിയാണ് നമ്മൾക്ക് തടി ഓവർ തടിയാണോ, അതിസ്ഥൗല്യമുണ്ടോ, പൊണ്ണത്തടിയനാണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. നമ്മൾ OP വരുമ്പോൾ ഹൈറ്റ് വെയ്റ്റ് എല്ലാം നോക്കി തടിയുള്ള ആൾക്കാർക്ക് നമ്മൾ BMI നോക്കിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾക്ക് ഇത്ര കിലോ തൂക്കം കുറയ്ക്കണോട്ടോ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് രോഗികളോട്. പിന്നെ എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? സാധാരണ രീതിയിലുള്ള ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം വ്യായാമക്കുറവ്, അലസത, ഓവർ ഈറ്റിങ്, കൊഴുപ്പ് ഉള്ള ആഹാരങ്ങൾ ഓവറായിട്ട് കഴിക്കുക. പിന്നെ ചില സ്ട്രെസ്സ് കാര്യങ്ങൾ കൊണ്ട് ചിലർക്ക് അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാകാറുണ്ട്. പിന്നെ സാധാരണ പെൺകുട്ടികൾക്ക് കാണുന്നതാണ് PCOD അല്ലെങ്കിൽ ഹൈപ്പർതൈറോയിഡിസം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും സാധാരണ രീതിയിൽ ഇപ്പോൾ ഓവർ വെയ്റ്റ് കാണാറുണ്ട്. വേറൊരു കാര്യം പറയുന്നത് മെറ്റബോളിക് പ്രോബ്ലംസ്, ഉപാപചയ പ്രവർത്തനങ്ങളിലുള്ള പ്രശ്നം കൊണ്ടും ചിലർക്ക് അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി കാണുന്നു. ഇനി ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അമിതമായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ലക്ഷണം തന്നെ. ഇനിയും അതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ടതായിട്ട് ഡിപ്രഷൻ ഉള്ളവർക്കൊക്കെ ഈ അമിതവണ്ണം വരാൻ നല്ല സാധ്യതകളുണ്ട്. അതുപോലെ ടൈപ്പ് 2 ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, ലിവർ ഡിസീസസ്, ഗോൾ ബ്ലാഡർ ഡിസീസസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒബേസിറ്റി അല്ലെങ്കിൽ സ്ഥൗല്യം സാധാരണ കണ്ടുവരുന്ന ഒരു റിസ്ക് ഫാക്ടറാണ് ഇത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ രോഗി നമ്മുടെ OP വരുമ്പോൾ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുക? സാധാരണ നമ്മൾ കൊടുക്കുന്നത് അഡ്മിറ്റഡ് ട്രീറ്റ്മെൻ്റ് ആണ് സാധാരണ രീതിയിൽ ഓവർ വണ്ണമുള്ള ആൾക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 3 to 4 വീക്സ്, ചില പേഷ്യൻറ്റിന് 8 ആഴ്ച വരെയും ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മാൻഫ്രെഡ് എന്ന് പറയുന്ന എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അയാൾക്ക് 132 കിലോ തൂക്കം ഉണ്ടായിരുന്നു. അയാൾക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 170 സെൻറ്റിമീറ്റർ എന്ന് വേണമെങ്കിൽ കൂട്ടാം. അത്രേ തന്നെ ഏകദേശം ഞാൻ പറയുന്നത്. 132 കിലോ വെയിറ്റുള്ള ഈ പേഷ്യൻറ്റിന് സ്ലീപ്പ് അപ്ന്യൂ എന്ന് പറയുന്നത് രാത്രി ഉറക്കത്തിൽ പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത അവസ്ഥയൊക്കെ വരും. അത്ര ഓവർ തടിയനാണ്. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ വന്നത് 8 ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റിന് അയാൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. നമ്മുടെ അമല ആയുർവേദത്തിൽ 7 വർഷങ്ങൾക്ക് മുമ്പാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഷഡ്ധരണം കഷായം, വരണാതി കഷായം, കുറേ ഗൂഗിൾ ദിക്തം കഷായം, പല റെസിപ്പീസ് ഉണ്ട് അതിനകത്ത്. പിന്നെ സ്ലിമ്മർ എന്ന് പറഞ്ഞൊരു ക്യാപ്സ്യൂളും ഗുളിയൊക്കെ ഉണ്ട്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഈ വേങ്ങാക്കാതിൽ ഇതിന് ഒരു പ്രധാനപ്പെട്ട ഒരു സിംഗിൾ ഡ്രഗാണ് വേങ്ങാക്കാതിൽ. പിന്നെ നമ്മൾ പഞ്ചകർമ്മ തെറാപ്പി എന്താണ് ഇതിന് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് നല്ല ചിലതരം ഔഷധങ്ങളിട്ട് താഴെ നിന്ന് മുകളിലേക്ക് പ്രതിലോമമായിട്ട് തിരുമുക. അതിൻ്റെ പേരാണ് ഉദ്വർത്തനം.
ഉത്സാദനം എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഈ ഔഷധപ്പൊടികൾ കഷായത്തിൽ നമ്മളൊരു പേസ്റ്റ് പോലെയാക്കി നമ്മുടെ ശരീരത്തിൽ കൈയിൻ്റെ താഴെ നിന്ന് വിരലിൽ നിന്ന് മുകളിലേക്ക് തിരുമുന്നു, കാലിൻ്റെ വിരലിൽ നിന്ന് മുകളിലേക്ക് തിരുമുന്നു. നമ്മൾ സാധാരണ മുകളിൽ നിന്ന് താഴത്തേക്കാണല്ലോ തിരുമുക. ഇത് അങ്ങനെയല്ല, ഓപ്പോസിറ്റ്, പ്രതിലോമഗതി എന്ന് പറയും. ആ രീതിയിൽ നമ്മൾ തിരുമണം. അപ്പോൾ 1 മണിക്കൂർ നേരം ചില മുതിര, കൊലകുലത്താതി ചൂർണം, ത്രിഫല ചൂർണം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ 1 മണിക്കൂർ നേരം 2 തെറപ്പിസ്റ്റ് നിന്ന് ഈ പൗഡർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ പ്രതിലോമമായിട്ട് തിരുമുന്നു. അപ്പോൾ ഈ തിരുമലിൻ്റെ ഫ്രിക്ഷൻ കൊണ്ട് നമ്മുടെ ഈ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന, നമ്മുടെ സ്കിന്നിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന കൊളസ്ട്രോൾ പതുക്കെ ഉരുകി മെൽറ്റ് ചെയ്തിട്ട് പതുക്കെ അത് മെൽട്ടിങ് പൊസിഷനിലേക്ക് വരുന്നു. എന്നിട്ട് സ്റ്റൊമക്കിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ സ്റ്റൊമക്കിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കുന്ന മറ്റ് തെറാപ്പിയാണ് തക്രവസ്തി എന്ന് പറയും. തക്രം എന്ന് പറയുന്നത് മോര് എന്നാണ് അർത്ഥം. അപ്പം മെഡിക്കേറ്റഡ് തക്രം, അതായത് ഔഷധസിദ്ധമായ മോര്, അതിൻ്റെ കൂടെ മറ്റ് മരുന്നുകളൊക്കെ ചേരുന്നുണ്ട്. അപ്പോൾ മെഡിക്കേറ്റഡ് തക്രം, അതായത് തക്രം ഉപയോഗിച്ച്, മോരുപയോഗിച്ച് നമ്മൾ എനീമ കൊടുക്കും. അപ്പോൾ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ആ കൊളസ്ട്രോളിന്, അമിതമായിട്ടുള്ള കൊഴുപ്പിനെ നമ്മൾ മലദ്വാരത്തിലൂടെ എനീമ വെച്ചിട്ട് പുറത്തേക്ക് കളയുന്നു, ഔഷധ എനീമ കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ ചില കേസിലൊക്കെ 4 ആഴ്ച 6 ആഴ്ച വരെയൊക്കെ കൊടുത്ത ഹിസ്റ്ററീസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ പേഷ്യൻറ്റിന് 8 ആഴ്ച കാലം ഈ പേഷ്യൻറ്റിന് തക്രവസ്തി ഒത്തിരി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5 or 6 തക്രവസ്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മാത്രാവസ്തി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. 8 ആഴ്ചയും കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് നമ്മൾ ഉദ്വർത്തനം നമ്മൾ കൊടുത്തു. കുലത്ത ചൂർണം, മുതിരപ്പൊടി, ചില കേസിൽ ചിലർക്ക് റാഷസ് വരും, മുതിര ഭയങ്കര ചൂടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ത്രിഫലപ്പൊടി എടുത്തിട്ട്, അത് ത്രിഫല കഷായത്തിലെടുത്തിട്ട് നമ്മൾ ഉത്സാദന രൂപേണ നമ്മൾ കൊടുക്കുന്നു. ഇതാണ് മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ നമ്മൾ ഡയറ്റ് പറയും. ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റാണ് അവർക്ക് അഡ്വൈസ് ചെയ്യുന്നത്. അതായത് നമ്മൾ സലാഡ്സ്, പിന്നെ കുമ്പളങ്ങ നീര്, അതുപോലെ പിണ്ടി നീര്, അങ്ങനെയൊക്കെയുള്ള ജ്യൂസസ്, സലാഡ്സ്, പിന്നെ ഒരു നേരം ചപ്പാത്തി, അങ്ങനെ പിന്നെ വെജിറ്റബിൾ കറി, അങ്ങനെയൊക്കെ ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റീഷ്യൻ വരും, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ അത് അഡ്വൈസ് ചെയ്യും. ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ. എണ്ണ ഒരു കാരണവശാലും ഇവരുടെ ശരീരത്തിൽ പ്രയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവരുടെ തെറാപ്പിയിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ സിംഗിൾ ഡ്രഗ്സ് തെറാപ്പി ഒത്തിരി ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിണ്ടി നീര്, കുമ്പളങ്ങ നീര്, പിന്നെ നമ്മൾ കുടംപുളി വെള്ളം തിളപ്പിച്ച് കഴിക്കും. പിന്നെ കുടംപുളി ചട്നി ഉണ്ടാക്കി കഴിക്കും. കുടംപുളി, ഇഞ്ചി, വേപ്പില, കാന്താരി മുളക് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു ചട്നി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ ഭക്ഷണത്തിൽ അത് ഉപയോഗിക്കാൻ പറയും നമ്മൾ, കുടംപുളി ചട്നി. പിന്നെ നമ്മൾ വേങ്ങാക്കാതിലിട്ട വെന്ത വെള്ളം, അതുപോലെ കറുവാപ്പട്ടയിട്ട് വെന്ത വെള്ളം, ഇതൊക്കെ ഈ അതിസ്ഥൗല്യത്തിന്, ഓവർ വെയ്റ്റിന് നല്ലതാണ്. തേൻ ചേർത്ത വെള്ളമൊക്കെ അതിരാവിലെ നമ്മൾ കഴിക്കാൻ പറയും. അപ്പോൾ ഇതൊക്കെയാണ് സിംഗിൾ ഡ്രഗായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ എല്ലാ കേസിലും സിംഗിൾ ഡ്രഗ് തെറാപ്പി സക്സസ്ഫുൾ ആവില്ല. നമ്മൾ അഡ്മിറ്റഡ് ട്രീറ്റ്മെൻറ്റ് വേണ്ടിടത്ത് അത് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഇതുകൊണ്ട് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഓവർ വെയ്റ്റ് കൊണ്ട് ഉള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റീസ്, പ്രധാനമായിട്ട് വരുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റീസ്, ഹൈ കൊളസ്ട്രോൾ. ഓസ്റ്റിയോ ആർത്രൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിന് തേയ്മാനം, ഓവർ വെയ്റ്റ് താങ്ങിക്കൊണ്ട് നിൽക്കണ്ടേ ഈ വ്യക്തി. അപ്പോൾ ഇങ്ങനെ ഓവർ വെയ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് മുട്ടിന് വേദന തുടങ്ങും, മുട്ടിന് തേയ്മാനം തുടങ്ങും. പിന്നെ ഹൈപ്പർ കൊളസ്ട്രീമിയ, ഹൈ കൊളസ്ട്രോൾ ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഹാർട്ട് അറ്റാക്ക്, അങ്ങനെ പറഞ്ഞിട്ടുള്ള. പിന്നെ രാത്രി കിടക്കുമ്പോൾ ഒരു ശ്വാസം കിട്ടാത്ത സ്ലീപ്പ് അപ്നിയോ എന്ന് പറയും അസുഖം. പിന്നെ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും, ഗേർഡ് എന്ന് പറഞ്ഞ ഒരു ഡിസീസ്, അതായത് നെഞ്ചരിച്ചിൽ അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകൾ വരും. പിന്നെ ഇവർക്ക് ചിലർക്ക് അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഡിപ്രഷൻ നമ്മൾ കാണാറുണ്ട് അതിനുള്ള രോഗികൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ കണ്ടെത്തുന്ന ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്. ഇതാണ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്, ഇതാണ്. പിന്നെ നമ്മൾ എന്താണ് ഈ രോഗിക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ രോഗി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് അഡ്മിറ്റ് ചെയ്യാതെ ഒ പിയിൽ വരുന്ന പേഷ്യൻറ്റിന് എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നവരോട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് അവരോട് കീപ്പപ്പ് ചെയ്യാൻ പറയും. പിന്നെ ഇവരോട് എന്തായാലും റെഡ്യൂസ് ചെയ്യാൻ പറയും. ഫാറ്റ് കണ്ടൻറ്റ് അവരോട് നിർബന്ധമായിട്ടും അവരോട് കുറയ്ക്കാൻ പറയും നമ്മൾ. മീറ്റ്, അതുപോലെ തന്നെ പിന്നെ അങ്ങനെ അത്ര ഏതാണ് ആഗ്രഹം തോന്നിയ വല്ല കോഴിയോ അങ്ങനെയൊക്കെ കഴിക്കാൻ പറയും. റെഡ് മീറ്റ് എന്തായാലും നിർബന്ധമായിട്ട് വേണ്ടാന്ന് പറയും. അപ്പോൾ ഫിഷ് അവോയ്ഡ് ചെയ്യുക. ഫിഷ് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വറ്റിച്ചിട്ടോ അങ്ങനെ കഴിക്കുക, അല്ലാതെ വറുത്തിട്ടുള്ള മീൻ, പാല് പിഴിഞ്ഞ മീൻ കറി, അതൊക്കെ അവരോട് ഉപേക്ഷിക്കാൻ പറയും. മുട്ടയുടെ വെള്ള കഴിക്കുക, അത് മഞ്ഞക്കറി വേണ്ടാന്ന് പറയും. കുട്ടികൾക്കൊക്കെ നമ്മൾ
കൊച്ചു പ്രായത്തിൽ തന്നെ ഈ വിളയിച്ച നെയ്യ്, നറുനെയ്യ്, ജീരകട്ട് വിളയിച്ച് അങ്ങനെ പല രീതിയിലൊക്കെ കൊടുക്കാറുണ്ട് നമ്മൾ കുട്ടികൾക്കും വലിപ്പത്തിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാണെന്നൊക്കെയായിരുന്നു എൻ്റെ ധാരണ. ഇങ്ങനെ കുട്ടികൾക്ക് നന്നായിട്ടൊക്കെ കൊടുക്കണം, വളരുന്ന പ്രായത്തിൽ നല്ലോണം ഭക്ഷണം കഴിക്കണം, നല്ല ഉരുണ്ടിരിക്കുന്ന കുട്ടികളാണ് അങ്ങനെയാണ് വേണ്ടതെന്നുള്ള നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ട് സാധാരണ ജനത്തിൻ്റെ. അപ്പോൾ അത് ശരിയാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നീട് എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ചികിത്സാ അനുഭവങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോയപ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ചില പെൺകുട്ടികൾ ഈ ആദ്യത്തെ പ്രസവം കൊണ്ട് കഴിയുമ്പോൾ ഒരു തടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ആ പെൺകുട്ടിയുടെ തടി കുറയ്ക്കാനായിട്ട് നമ്മൾ മല്ലിടേണ്ടി വരും. അപ്പോൾ ചോദിച്ചു പിടിക്കുമ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ പറഞ്ഞത്, ഇതെന്താണ് നീ ഇപ്പോൾ എന്ത് ചെയ്തിട്ട് നിൻ്റെ തടി കുറയണില്ലല്ലോ, ഇതെന്താ കാരണം എന്നൊക്കെ നമ്മൾ അവരോട് ചർച്ച ചെയ്യുമ്പോൾ അവർ പറയണത്, ഞാൻ ചെറുപ്പത്തിൽ വളരണ പ്രായത്തിൽ സിസ്റ്ററെ ഇങ്ങനെ അമ്മ ഒരുപാട് നെയ്യും ഇതും അങ്ങനെയൊക്കെയുള്ള നമ്മളെ വളർച്ചേനെ സഹായിക്കുന്ന തടിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് നെയ്യിൻ്റെ പ്രയോഗങ്ങൾ, അത് നെയ്യ് കാച്ചിയതും വിളയിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ കുട്ടി പറഞ്ഞത്. അങ്ങനെ തന്നിട്ടുള്ള ഒരുപാട് അനുഭവമുണ്ട്. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിന് ശേഷം ഞാനിപ്പോൾ വളരെയധികം ഈ തടി കുറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഒ പിയിലേക്ക് ആരെങ്കിലും അമ്മമാർ കുട്ടികളെ കൊണ്ടുവന്ന് ഞാൻ പറയും, തടി കൂട്ടാനായിട്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഈ കുട്ടി ഒരു പ്രസവം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തടി വെച്ചോളും. തടി വെക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട. പിന്നെ അവരുടെ നിർബന്ധം സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ അല്ല ചവനപ്രാശോ ബ്രഹ്മരസായനോ അങ്ങനെ കുറച്ചൊരു നമ്മളെ ഒന്ന് ശരീരത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് അധികം വേണ്ടാട്ടോ എന്നും പറയും, കുറച്ച് നാൾ കഴിച്ചാൽ മതി എന്ന് പറയും. എന്നാലും ഒരു മീഡിയം ഒരു വെയിറ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നവരെ അവർക്ക് അങ്ങനെയൊക്കെയുള്ള ചില തെറാപ്പീസ് ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് കാണുന്ന പല ഓവർ തടികളുടെയും ബേസ് കിടക്കുന്നത് ചെറുപ്രായത്തിൽ, അങ്ങനെ പേരൻസിനെ ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, അവരുടെ ഫോർമേഷനിൽ വളർത്തുന്ന വളർച്ച കാലഘട്ടങ്ങളിൽ കുട്ടികളെ നിർബന്ധിപ്പിച്ചിട്ട് പാല് കുടിപ്പിക്കുക, നെയ്യ് കഴിപ്പിക്കുക, ഇത് അങ്ങനെയൊക്കെയുള്ള മധുരപലഹാരങ്ങൾ ഒരുപാട് വേണമെങ്കിലും കുട്ടീനെ കഴിപ്പിക്കുന്ന ഒരു ട്രെൻഡ് നമ്മുടെയൊക്കെ ഫാമിലികളിൽ കാണുന്നുണ്ട്. അങ്ങനെ ഇപ്പം വേറൊരു ഭവിഷ്യത്ത്, കുട്ടികൾക്ക് ഒരു ഏജ് വരുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസും അതുപോലെ തന്നെ മറ്റ് ഡിപ്രഷനും അതുപോലെ തന്നെ PCOD ഒക്കെ വന്ന് കുട്ടികൾ ഓവർ തടിയിലേക്ക് പോയിട്ട് കുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയിലേക്ക് പല കുട്ടികളും കുടുംബത്തിലെ പേരൻസ് ഒന്ന് വിഷമിക്കുക. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇങ്ങനെ പേരൻസും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. നമ്മൾ ഈ സ്ഥൗല്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പേരൻസ് നന്നായിട്ട് ശ്രദ്ധിക്കാൻ തന്നെ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും ഈ ഒബേസിറ്റിക്ക് നമ്മളിൽ നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളത് വിജയപ്രദമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്, അതിന് നമുക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെ അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേര് ഈ രോഗമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ്, പിന്നെ എക്സർസൈസ്, യോഗ, അങ്ങനെ എല്ലാ ദിവസവും എഴുന്നേറ്റ ഉടനെ എക്സർസൈസ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറയും. പിന്നെ സലാഡ്സ് നമ്മൾ കഴിക്കാൻ പറയും അവരോട്, ഭക്ഷണത്തിലൊക്കെ കൂടുതൽ സലാഡ്സ് ഉപയോഗിക്കണമെന്ന് പറയും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇതിൻ്റെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് എന്നുള്ളതിന് നമ്മൾ മുതിരയൊക്കെ റെഗുലർ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറയും. മുതിര ഇത് പ്രധാനപ്പെട്ട ഒരു നല്ല തീക്ഷ്ണമായിട്ടുള്ള ഒരു ആഹാരമാണത്. വെളുത്തുള്ളി, മുതിര, മുരിങ്ങയില അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറയുന്ന ഒരു അഡ്വൈസാണ് നമ്മൾ സാധാരണ രീതിയിൽ ഈ രോഗികൾക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു രൂപം ഒബേസിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ അമിതവണ്ണം കുറയുവാൻ OP കൺസൾട്ടേഷനിൽ രോഗിക്കുള്ള മരുന്നുകൾ കൊടുക്കുകയും ഡയറ്റ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന രീതി കൊണ്ട് അസുഖം കുറയുമോ, അതോ നിർബന്ധമായിട്ടും അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനായിട്ടുള്ളത്, നമ്മൾ BMI നോക്കി വെയിറ്റ് ഓവറായിട്ട് ഒരു 3, 4, 5 കിലോഗ്രാമേ തൂക്കം കൂടുതലുള്ളൂ എങ്കിൽ നമ്മൾ OP കൺസൾട്ടേഷനിൽ രോഗിയോട് ഡയറ്റും ഇൻറ്റേർണൽ മെഡിക്കേഷൻ, ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്നുകളും എക്സർസൈസുകളൊക്കെ ചെയ്യാൻ പറഞ്ഞ് വിടും. അതിന് റെസ്പോണ്ടിങ് അതിൽ കൂടുതൽ ഓവർ വെയ്റ്റ് ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ അമിത തടിയുള്ള വ്യക്തികളിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അവർക്ക് ഫലപ്രദമാവില്ല. അവർക്ക് അഡ്മിറ്റഡ് ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും കൊടുത്ത് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ശുദ്ധീകരണം നടക്കുക തന്നെ വേണം. അമിതവണ്ണമുള്ള ഒരാൾ
ഡോക്ടറുടെ അടുത്ത് വന്നാൽ എത്ര നാളുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കാൻ കഴിയും? ഏതൊക്കെ തെറാപ്പിയാണ് സിസ്റ്റർ അവർക്ക് കൊടുക്കുന്നത്? സാധാരണ രീതിയിൽ ഞാൻ അഡ്മിറ്റഡ് ട്രീറ്റ്മെൻറ്റ് പറയുന്നത് 3 വീക്സ് നിർബന്ധമായിട്ടും പറയും. 3 to 6 or 8 വീക്സ് വരെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ 3 വീക്സ് മിനിമം ഇല്ലെങ്കിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. 3 വീക്സ് ട്രീറ്റ്മെൻറ്റിൽ ഞാൻ നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഉദ്വർത്തനം അല്ലെങ്കിൽ ഉത്സാദനം, അതിനുപയോഗിക്കുന്ന മരുന്നുകൾ ഓരോ വ്യക്തി അനുസരിച്ച് അവരുടെ പ്രകൃതി അനുസരിച്ച് വ്യത്യാസപ്പെട്ടു കൊടുത്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ തക്രവസ്തി നമ്മൾ കൊടുക്കും. പിന്നെ അസോസിയേറ്റഡ് ആയിട്ട് അതിനോട് ചേർന്ന് നമ്മൾ ഉള്ളിലേക്ക് ഔഷധങ്ങൾ, സ്ട്രിക്റ്റായിട്ടുള്ള ഡയറ്റ് ക്രമങ്ങൾ നമ്മൾ കൊടുക്കും. പിന്നെ യോഗ, നമുക്ക് യോഗയുടെ ടീച്ചറുണ്ട്, അപ്പോൾ യോഗ എക്സർസൈസ് അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും. ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള എക്സർസൈസുകളും ചികിത്സകളും ഇൻറ്റേർണൽ മെഡിക്കേഷൻസും നമ്മൾ കൊടുത്ത് മിനിമം 3 വീക്സ്, മാക്സിമം 6 or 8 വീക്സ് ട്രീറ്റ്മെൻറ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 32 കിലോ വരെ കുറഞ്ഞിട്ടുണ്ട്. 32 അല്ലെങ്കിലും അതൊരു അതിശുക്തിയാണെങ്കിലും ആ പേഷ്യൻറ്റിന് കുറഞ്ഞു. സാധാരണ പേഷ്യൻറ്റിന് ഒരു എബവ് 6 or 8 കിലോ നമ്മൾ സാധാരണ രീതിയിൽ കുറയാറുണ്ട്. ഇതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എക്സ്പീരിയൻസ്. നമ്മുടെ ഈ 2 ചോദ്യങ്ങളോടുകൂടി നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയം കഴിയുകയാണ്. എന്നിരുന്നാലും ഒരു കൺക്ലൂഷനായിട്ട് എനിക്ക് 1-2 പോയിൻ്റ് പറയാനുണ്ട്. അതായത് ഞാൻ എൻ്റെ ഒ പിയിൽ വരുന്ന ഏത് തരം കേസുകൾക്കും, പ്രത്യേകിച്ച് ഒബേസിറ്റി കേസുകൾക്കും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഞാൻ എടുക്കാറ്. എന്ന് പറഞ്ഞാൽ അവരുടെ പല ഒബേസിറ്റി കേസുകൾക്കും ഒത്തിരി സ്ട്രെസ് ഫാക്ടേഴ്സ് അവരിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൗൺസിലിങ്ങും അതോടൊപ്പം തന്നെ ഒരു പ്രയർ തെറാപ്പിയും ഒക്കെ കൂടി ഒരു സമ്മിശ്രമായ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് ഞാൻ സാധാരണ രീതിയിൽ അവർക്ക് കൊടുക്കുക. അപ്പോൾ ആ സ്ട്രെസ്സ് റിലീവ് ചെയ്യുന്ന രീതിയിലുള്ള കൗൺസിലിങ്ങും അതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾ അവരുടെ റിലീജിയൻ അനുസരിച്ച് അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത്, നമ്മുടെ ക്രിസ്ത്യൻ ആണെങ്കിൽ ആ രീതിയിൽ ബൈബിൾ വായന, സ്പിരിച്വൽ റീഡിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വചന പാരായണത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചില വചനങ്ങൾ, സൗഖ്യവചനങ്ങൾ പറഞ്ഞ് അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർന്നിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് ഞാൻ സാധാരണ രീതിയിൽ അഡാപ്റ്റ് ചെയ്ത് വരുന്നത് എൻ്റെ കൺസൾട്ടേഷനിൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആയുഷ്മാൻ ഭവ, ആരോഗ്യവും ആയുസ്സും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഡയറ്റും അതോടൊപ്പം തന്നെ ജീവിത രീതിയും എക്സർസൈസും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വിട്ട് ഓവർ ഈറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളുടെ ഫോർമേഷനിൽ അതൊക്കെ മാതാപിതാക്കൾ ഭക്ഷണക്രമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.